എനിക്ക് നെപ്പയായിരുന്നു. പിന്നെ അത് ബോഡി മുഴുവൻ പിന്നെ വന്ന കാരണം 10-25 വർഷമായിട്ട് ഉണ്ടായിരുന്നതാണ്. നെപ്പയിന് ഞാൻ തുടങ്ങിയിരുന്നത്. ബോഡി മുഴുവൻ വേദനയും മൂവ്മെൻറ്റ്സ് ഒന്നും പറ്റില്ലായിരുന്നു. എങ്ങനെയാ ചരിഞ്ഞ് കിടക്കാൻ പറ്റില്ല, ഈ തറയിലൊന്നും തൊട്ട് പോകാൻ പറ്റില്ലായിരുന്നു. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കുറവായിരുന്നു. വേദന നല്ല വേദനയായിരുന്നു. കിടക്കാൻ ബുദ്ധിമുട്ടായി, എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടായി. ആ സമയത്തൊക്കെ പല മരുന്നുകളും വെച്ചാൽ ബാമും അതുപോലെ ടർപ്പൻറ്റൈൻ ഇതൊക്കെ പരട്ടുമായിരുന്നു. താൽക്കാലികമായിട്ട് കുറച്ച് വേദന സുഖം കാണും. അത് കഴിഞ്ഞാൽ പിന്നീട് പിറ്റന്നാൾ നോക്കുമ്പോൾ കൂടുതലായിരിക്കും. അങ്ങനെ ആയിരുന്ന സമയത്ത് പെട്ടെന്ന് കഴുത്ത് എടുത്തോ വലത്തോ തിരിക്കാൻ പറ്റാതെയായി. വെറും പിന്നെ കുറച്ച് ക്രമേണ എന്ത് ചെയ്തു, വെറും കണ്ണുകൊണ്ട് മാത്രം ലെഫ്റ്റ് റൈറ്റ് നോക്കുന്ന ഒരാൾ സൈഡിൽ നിന്ന് തിരിച്ച് വിളിക്കുന്നുണ്ടെങ്കിൽ ജീജാനെ വിളിച്ചു കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഇരിക്കുന്ന ചേർന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ ഉള്ള തിരിഞ്ഞു സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ കംഫർട്ടായ ഒരു സീറ്റിൽ മാത്രമേ എനിക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നു. തിരിച്ച് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പം ഇരുന്ന് സംസാരിക്കുമ്പോഴും ഞാൻ എനിക്ക് സൗകര്യമുള്ള പൊസിഷനിൽ ചേർന്ന് വെച്ചിട്ട് വേണം എനിക്ക് മറ്റുള്ളവരെ ഫേസ് നോക്കി സംസാരിക്കാൻ. അത്രയും പറ്റുമായിരുന്നു. അങ്ങനെ കഴുത്തിന്റെ തൊട്ട് ഇങ്ങനെ സ്പൈനല് ക്രമേണ മുമ്പ് കംപ്ലീറ്റ് വന്ന റിബ് ഭാര്യ ഇതിനൊക്കെ വേദന. എന്നിട്ടൊക്കെ പിന്നെ കിടന്നു കഴിഞ്ഞാലും ചില ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കണമെന്നുണ്ടെങ്കിൽ താങ്ങി പിടിച്ചു വേണം തിരിച്ചു കിടത്താൻ. അതുപോലെ മറ്റേ സൈഡിലേക്ക് പറയും എന്നെ ഒന്ന് തിരിച്ചു കിടത്ത്. അങ്ങനെയൊരു പൊസിഷനിലായിപ്പോയി. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് പല ഡോക്ടറെയും പോയി കണ്ടു. മംഗലപുരത്ത് ന്യൂറോ സർജൻ. ഞാനും താമസത്തിൽ കാണാൻ ബാക്കി. ഞാൻ അവിടെ ഖത്തറിൽ 30 വർഷമായില്ലേ. ഈ 30 വർഷത്തിനിടയ്ക്ക് ഞാൻ കാണാതെ ഡോക്ടർമാരില്ല. അവരൊക്കെ പറഞ്ഞത് സർജറി മാത്രമേ ഉള്ളൂ. അതും അവർ 100% പറഞ്ഞില്ല. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രമേ സർജറി ചെയ്യാം. സർജറി ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് അവർക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞെന്ന് പറഞ്ഞാല് ഇപ്പൊ ചെയ്യണ്ട, കുറച്ചും കൂടി വയസ്സായതിനു ശേഷം 60 വയസ്സൊക്കെ കഴിഞ്ഞ് 65 വയസ്സൊക്കെ കഴിഞ്ഞ് സർജറിയെ പറ്റി ചിന്തിച്ചാൽ മതി, ഇപ്പോഴും വേണ്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഡോക്ടറും ഖത്തറിന്റെ ഡോക്ടറും എല്ലാം ഒരുപോലെ ജർമ്മനിയിൽ പോയ സമയത്ത് അവിടെയുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരുന്നു. അവര് പറഞ്ഞു ഈ കേസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് 3 മാസം ടൈം വേണം, അതിനുശേഷം തീരുമാനിക്കാമെന്ന് പറഞ്ഞത്. അല്ലാതെ മരുന്ന് കൊണ്ട് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം പെയിൻ കില്ലർ, അതായത് വേദന ഞാൻ കഴിച്ചില്ലായിരുന്നത്. പെയിൻ കില്ലർ ആയിരുന്നു ഞാൻ കഴിച്ചില്ലായിരുന്നു. സർജറിയിൽ എന്തൊക്കെ റിസ്ക് പറഞ്ഞായിരുന്നു അവര്? ഒരു റിസ്കും അവര് റിസ്ക് പറയുന്നില്ല. അത് സർജറി അപ്പൊ ഈ കാര്യം ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടർ എന്നോട് ചോദിച്ചിട്ട് ആ പറഞ്ഞ ഡോക്ടറോട് അങ്ങോട്ട് ചോദിക്കരുന്നില്ലേ, നിങ്ങൾ എത്ര പേർക്ക് ഇത് ഈ സർജറി ചെയ്തിട്ടുണ്ട്, ആർക്കൊക്കെ സുഖപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിക്കാതിരുന്നു ഡോക്ടർ എന്നോട് ചോദിച്ചിരുന്നു. പക്ഷെ മാഡത്തിനല്ല, നമുക്ക് അങ്ങനെ ഒരു ഡോക്ടർ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ചോദ്യം ചോദിക്കാൻ നമുക്കൊരു എന്തായാലും ഒരു നമ്മളെ ഇതിൻ്റെ മനസ്സ് സമ്മതിക്കില്ല. എങ്ങനെയെങ്കിലും മാറിക്കിട്ടട്ടെ എന്നുള്ളതാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു. അപ്പൊ എത്ര വർഷം ഇങ്ങനെ ദേഹം മുഴുവൻ വേദന വന്നിട്ട്? എന്റെ മോള് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴുണ്ട്, ഏതാണ്ട് 15-25 വർഷം. അല്ല, ഇത്രയും സീരിയസ് ആയിട്ട് എത്ര? ഏതാണ്ട് 5-10 വർഷം വളരെ സീരിയസ്. അപ്പൊ നിങ്ങൾ വീട്ടിന്റെ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു? ഞാനത് കെയർ ചെയ്യാതെ ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും അതിനോടൊരു ഫൈറ്റ് ചെയ്യുമായിരുന്നു. വേദന സഹിച്ചുകൊണ്ട് തന്നെ എനിക്കറിയായിരുന്നു ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്ന് പോയാൽ പിന്നെ അങ്ങനെയാ
ഇരുന്ന് പോകും. പിന്നെ എന്നെ സൈറ്റിൽ ഞാനൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നു. ബാത്റൂം പോകുന്നതൊക്കെ എങ്ങനെയാണ്? ബാത്റൂമിലൊക്കെ അതൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇതിനൊക്കെ പ്രയാസമായിരുന്നു. അപ്പൊ എപ്പോഴും ഞാൻ എൻ്റെ ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. ബാത്റൂമിൽ പോയാലോ ഇത് കഴിഞ്ഞാലോ കുളിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ തല തുറക്കാൻ പോലും പറ്റിയിരുന്നില്ല. ഞാൻ അതിന് തല തുറത്തിക്കൊടുത്തു. ബ്ലൗസ് ഇടാൻ വേണ്ടി പറ്റിയിരുന്നില്ല, മുടി കെട്ടാൻ വേണ്ടി പറ്റിയിരുന്നില്ല, കൈ മേലോട്ടൊക്കെ പൊന്തിക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. അങ്ങനെ ഒരു സിവിയർ കണ്ടീഷനായിരുന്നു. ഡയഗ്നോസിസ് എന്തായിരുന്നു? ഡയഗ്നോസിസ് ചെയ്ത് പറയുമ്പം കംപ്ലീറ്റ് എന്താ പറയുക കാൽസിഫിക്കേഷൻ. പിന്നെ ചില വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ ഒരു വീല് ഒരു ചെറിയ കല്ലിൻ്റെ മേലും കൂടി കയറി കഴിയുമ്പോൾ ജെർക്ക് ചെയ്യുമ്പോഴൊക്കെ വേദന കൊണ്ട് സഹിക്കാൻ വേണ്ടി ഇങ്ങനെ അവിടെയൊക്കെ നമുക്ക് പിന്നെയും പ്രശ്നമില്ല. ഇവിടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു യാത്ര ചെയ്യാൻ. ബമ്പിലൊക്കെ വണ്ടി കയറി ബമ്പിലൊന്നും വേണ്ട, ചെറിയ ഇവര് പറഞ്ഞ കയ്യിൽ കയറിയാൽ നമ്മുടെ നാട്ടിലത്തെ റോഡിന്റെ അവസ്ഥ അറിയാലോ. അങ്ങനെ വലിയ പ്രയാസമായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഡോക്ടർ രാഘവന്റെ അടുത്ത് എപ്പോഴാണ് വന്നത് ഫസ്റ്റ്? നിങ്ങൾ ഫസ്റ്റിൽ വന്നത് 2015 സെപ്റ്റംബർ 6-ാം തീയതി വന്നു. 7-ന് അഡ്മിറ്റ് ആയി. ഉടനെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ. എന്താ പറഞ്ഞു ഡോക്ടർ? പൾസ് നോക്കിയിട്ട് ആദ്യം ഇവര് റിപ്പോർട്ട് അയച്ചു കൊടുത്തു. റിപ്പോർട്ട് അയച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ ഉടനെ 2014 ഡോക്ടർ പറഞ്ഞ എൻ്റെ സെക്കൻഡ് പേജിൽ ഇംപ്രഷൻ എഴുതിയിട്ടൊരു ഇതുണ്ട്, അത് മാത്രം എനിക്ക് അയച്ചതാണെന്ന് പറഞ്ഞു. ഡോക്ടർക്ക് അയച്ചു കൊടുത്തു. ഡോക്ടർ അത് വായിച്ച ഉടനെ തന്നെ പറഞ്ഞു ഏറ്റവും നെക്സ്റ്റ് അവൈലബിൾ ഫ്ലൈറ്റിന് വരെ വന്നോളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് വന്നു. പിന്നെ ഡോക്ടർ ഞങ്ങൾ എവിടെയും പോകാൻ അനുവദിച്ചില്ല. ഉടനെ അഡ്മിറ്റ് ആയിക്കോളാം, പിറ്റേന്നാളെ മുതൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും പറഞ്ഞു. കുറച്ച് ദിവസം കൂടി വൈകിട്ട് ഒരു 10 ദിവസം കൂടി വൈകിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്നിട്ട് ഇവിടെ വരാൻ പറ്റില്ല എന്നോട് പറഞ്ഞതാ. ഇവരെ നിങ്ങളുടെ വൈഫിനെ സ്ട്രെച്ചറിൽ എന്താ ഒരു പുരുഷനായി പോയിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു മാറ്റിത്തരാം, ഇത്ര സമയം എടുക്കുമെന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞാൽ ഇത് 400 ദിവസം എടുക്കുന്ന 400 ദിവസം എടുക്കണം. ഏകദേശം 9 മാസം ഉണ്ടായിരുന്നു. 9 മാസമായപ്പോൾ ഡോക്ടർക്ക് പിന്നെ കൂടുതൽ വ്യത്യാസം കണ്ടു തുടങ്ങി. എന്തൊക്കെ വ്യത്യാസം വന്നു? പെയിനൊക്കെ കുറഞ്ഞു. ഞാൻ പിന്നെ ഓടി നടക്കാൻ തുടങ്ങിയിരുന്നു. അത് ഒരു തവണ ഡോക്ടറൊപ്പം അവിടെ ധാര ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഏതോ ഒരു ഡോക്ടർ ഒപ്പം വന്നിരുന്നു. പക്ഷെ എനിക്കറിയില്ല ഇവര് ഡോക്ടറാന്ന് അറിയില്ല. അപ്പോൾ ഡോക്ടറും അവരും കൂടി ഒന്നിച്ച് സോഫയിലേക്ക് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഡോക്ടർ ധാരയ്ക്ക് വന്ന് ആ രീതിയിൽ എണ്ണയെടുക്കുന്നു, ചൂടാക്കാൻ ഓടുന്നു, ബാക്കി ക്ലീൻ ചെയ്യാൻ പോകുന്നു, തുണിയെടുക്കുന്നു, ഒന്നും പറയണ്ട. അപ്പൊ ഇവര് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടുണ്ട്. ഡോക്ടർ എന്നെ ഒപ്പം വന്നവരെന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല ഇത് ഡോക്ടറാന്നുള്ളത്. അങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ധാര ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്നോട് വന്നിട്ട് എനിക്ക് വിശ്വസിക്കാൻ, നിങ്ങൾ എത്ര മാസമായി ഇവിടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഏതാണ്ട് 6 മാസം ആവുന്നതിനുള്ളൂ. എനിക്ക് വിശ്വസിക്കാനേ പറ്റുക. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്, ഞങ്ങളെ ഡോക്ടർ അസുഖത്തെ പറഞ്ഞു കാണുന്നതാണ് തോന്നുന്നത്. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, നിങ്ങൾ എങ്ങനെ ഇങ്ങനെ കൂടി നടക്കുന്നെന്നുള്ളത് ശരിക്കും ഒരു മിറാക്കിളാണെന്നാണ് പറഞ്ഞത് എന്നോട്. അപ്പൊ അവിടെ മറ്റുള്ള രോഗികളൊക്കെ ഉണ്ട്, ഒപ്പം നമ്മളെ കൂടെ വേറെ 4 ഫാമിലി ഉണ്ട്. അപ്പൊ അവരോട് പറയുന്നത് ഇവര് ഈ സ്റ്റേജിൽ 6 മാസം കൊണ്ടായെങ്കിൽ നിങ്ങൾക്ക് അത് 1 മാസം കൊണ്ട് നടക്കും. ഇപ്പൊ വേദന അപ്പൊ അന്ന് ഫസ്റ്റ് പ്രാവശ്യം 9 മാസം ഇരുന്നിട്ട് വേദനയിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ? എനിക്ക് നല്ല എനിക്ക് തിരിഞ്ഞു കിടക്കുക, അതൊക്കെ എന്നോട് ചോദിക്കും. ഇപ്പൊ ഞാൻ തനിച്ച് തിരിഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ, തലമുടി കെട്ടുന്നുണ്ടല്ലോ, ബ്ലൗസ് ഇടുന്നുണ്ടല്ലോ, എല്ലാം സ്വന്തം ചെയ്യാൻ തുടങ്ങി. അതുപോലെ സമയത്ത് ഭക്ഷണം പാകം ചെയ്യുന്ന തിരുമ്പലൊക്കെ തുണി കഴുകലോ ഒറ്റയ്ക്ക് ചെയ്യാൻ. ഇവര് 2 മന്തിലുണ്ടായിരുന്നു. ഇവര് പോയതിനു ശേഷം ഞാൻ തനിച്ചായിരുന്നു. എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. കടയിൽ പോയി സാധനം വാങ്ങിക്കൊണ്ടുവരും ഒക്കെ ചെയ്യുന്നു. എനിക്ക് തന്നെ ഒരു മനസ്സിനൊരു ധൈര്യമായിരുന്നു. എനിക്ക് നല്ല വ്യത്യാസം വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഈ നെക്കിന്റെ മാത്രമേ എനിക്ക് പിന്നെ പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ വേദനകളും പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഡോക്ടർ എക്സസൈസ് പറഞ്ഞപ്പോൾ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ 9 മാസം ശേഷം വീട്ടിലേക്ക് പോയിട്ട് എത്ര മാസം ശേഷം വന്നിട്ട്? 1 വർഷം. ഈ 1 വർഷം വീട്ടിൽ എന്തൊക്കെ ചെയ്തു? പോകുന്ന സമയത്ത് മാഡം നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഡോക്ടർ മരുന്ന് തന്നിരുന്നു.
ശിരോവസ്ഥ ചെയ്യാനുള്ളതും അത് വീഡിയോയിലെടുത്ത് ഞാൻ കൊണ്ടുപോയി എന്നിട്ട് ഇവർക്ക് കാട്ടിക്കൊടുത്തു എങ്ങനെയാ ശിരോവസ്ഥ ചെയ്യേണ്ടതെന്ന് അതുപോലെ ചെയ്തു. ഇവര് ഫ്രൈഡേ ലീവുള്ള ദിവസം ശിരോവസ്ഥ ഇവർ ചെയ്തു തരും. അല്ലാത്ത ദിവസം ഞാൻ പിരി വെക്കുമായിരുന്നു. അങ്ങനെ മരുന്നൊക്കെ കഷായം പിന്നെ ബാക്കിയുള്ള ദിവസം ധാരാന്ന് പറഞ്ഞാൽ പാത്തിയില്ല, എണ്ണയൊക്കെ തേച്ച് ഒരു പായയിൽ കിടക്കുകയും ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു നല്ലോണം തേച്ചിട്ട് പുല്ലുവായൊക്കെ കിടക്കുന്ന പൊടിമരുന്ന് അതൊക്കെ മുടങ്ങാതെ മരുന്ന് കഴിഞ്ഞ സമയത്ത് ഞാൻ വന്നിട്ട് പിന്നെയും മരുന്ന് വാങ്ങിക്കും. ഇപ്പൊ വീട്ടിൽ നമ്മൾ ചികിത്സ ചെയ്തിട്ട് വേറെ വ്യത്യാസങ്ങൾ ഏതോ വന്നായിരുന്നോ? ഇംപ്രൂവ്മെന്റ്സ് വേറെ ഏതോ? ഇവിടുന്ന് പോകുമ്പോൾ ഉള്ളതിനെക്കാട്ടി കൂടുതൽ നല്ലോണം നല്ല ചേഞ്ച് എന്ന് വെച്ചാൽ ഈ ഒരു നെക്ക് പെയിന് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് തിരികുമ്പോൾ ഇത്തിരി കഴുത്തിന് വേദന വരുന്നുണ്ട്. അതും ഈ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കൂടുതൽ. ഇത് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നില്ല. ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കുറച്ചൊരു ടൈറ്റ് തോന്നുന്നുണ്ട്.